മാമിൻ്റെ ചിരി ഭയങ്കര അടിപൊളിയാണ്. ഇതുപോലെ അടിപൊളിയായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു മലയാളം സെലിബ്രിറ്റി നമുക്കുണ്ട്. ആരാണ്? ഒരുപാട് പേരില്ലേ? എന്നാലും ഒരാളാരാണ്? ബേസിലാണോ? ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അശ്വമേധത്തിലിരുന്ന് ഉത്തരം പറയുന്നത് GS പ്രദീപ് സാറുമായിട്ട്. അപ്പോൾ അന്ന് ബേസിലിലെ ബുദ്ധിയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബേസിലിൻ്റെ പല്ലുകളാണ് അല്ലേ? അതെ. അപ്പോൾ അന്നത്തെ ബേസിലിൻ്റെ പല്ല് ഒരു ഇത്തിരി പൊങ്ങിയ പല്ലുകളാണ്. ഇപ്പോഴത്തെ ബേസിലിൻ്റെ പല്ലുകളും ഒരിത്തിരി പൊങ്ങിയ പല്ലുകളാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പൊങ്ങിയ പല്ലുകൾ ആളുകളിൽ വരുന്നതും? ബേസിലിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആൾക്ക് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, പല്ലുകൾ നേരെ ആക്കിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്തെടുത്തതാണ്. പണ്ടുണ്ടായിരുന്ന ഒരു മാലക്ലൂഷൻ ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ടെന്നുള്ളതും എനിക്ക് ഒരുപാട് പൊങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെറുതായിട്ടൊരു നേരെതെറ്റലുണ്ട്, മൈൽഡായിട്ടൊരു പ്രൊക്ലിനേഷനാണ് തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പോൾ അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ടങ്ങും മൗത്തൊക്കെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിലാപ്സ് വരും. പഴയ പൊസിഷനിലേക്ക് നമ്മുടെ പല്ലുകൾ നീങ്ങാനൊരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തെല്ലാം പ്രോപ്പർ നിരയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ടീത്തിൻ്റെ റിലാപ്സ് കൊണ്ട് ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അഡ്ജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തതാവാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ പല്ല് പഴയ പോലെ നിരതെറ്റുമോ? നമ്മൾ കമ്പി ഇട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയാലും അലൈനർ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ലിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ ഈ ടീത്തിൻ്റെ അറ്റത്ത് ഒരുപാട് ഫൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പെരിഡോണ്ടൽ ലിഗമെൻറ്റും ഫൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പല്ലിനെ വീണ്ടും പഴയ പൊസിഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അപ്പം ആ ഒരു ടെൻഡൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ കമ്പി ഇട്ടതിനോ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനോ ശേഷം റീറ്റെയിനേഴ്സ് തരുന്നത്. റീറ്റെയിനേഴ്സ് ഒറ്റക്കമ്പിയുടെ രീതിയിൽ ചിലപ്പോൾ തരാം, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് തരാം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊലോങ്ഡ് പീരീഡ് നമ്മൾ പുതിയ പൊസിഷനിൽ പല്ലിനെ അവിടെ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനുള്ള ബോൺ ഡെപ്പോസിഷനൊക്കെ ചെയ്ത് നമ്മുടെ ടീത്ത് അവിടെ കുറച്ചുകൂടെ സ്റ്റേബിളാവും. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് റീറ്റെയിനർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പല്ലുകൾ റിലാപ്സ് ആവും, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. നമുക്ക് ബേസിലിനോട് ചോദിക്കാം, റീറ്റെയിനർ ഇട്ടിട്ടുണ്ടായിരുന്നു?